ബിഗ് ബോസ് മലയാളം വീണ്ടും എത്തുകയാണ്. മോഹൻലാൽ അവതാരകനായിട്ടെത്തുന്ന ഷോയുടെ 6ാമത്തെ സീസൺ പ്രൊമോ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു. ഷർബത്ത് കച്ചവടക്കാരനായ യുവാവിനെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുന്ന മനോഹരമായ വീഡിയോയാണ് ഏഷ്യാനെറ്റ് പുറത്തിറക്കിയത്. ഇത്തവണ സാധാരണക്കാർക്കും ബിഗ് ബോസിൽ മത്സരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ സവിശേഷത. അതിനുള്ള മുന്നൊരുക്കങ്ങൾ അണിയറ പ്രവർത്തകർ തുടങ്ങിയെന്ന് പറയുകയാണ് ബിഗ് ബോസ് പ്രൊമോ. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമായി ഷോയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് പങ്കുവച്ചതാണ് ഇപ്പോൾ വൈറലാവുന്നത്. ബിഗ് ബോസിന്റെ ആദ്യ പ്രൊമോ പുറത്തു വന്നെങ്കിലും അത് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. മാത്രമല്ല, ഇത്തവണയും കോമൺസിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു സൈറ്റ് സന്ദർശിക്കാനാണ് പ്രൊമോയിൽ പറഞ്ഞത്. bb6.startv.com എന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. സാധാരണക്കാരെ കൂടി ഷോയിലേക്ക് കൊണ്ടുവരുമ്പോൾ ബിഗ് ബോസിന്റെ പ്രേക്ഷക സ്വീകാര്യത കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും റിയൽ ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഫേക്കായി നിന്ന് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല. റിയൽ ലൈഫിലും ഇവരെ കാണേണ്ടതുകൊണ്ട് പക്ക ഫേക്കായി നിൽക്കാതെ മത്സരാർത്ഥികൾ റിയൽ ആവാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നും നിരൂപകർ പറയുന്നു. പ്രശസ്തി ലഭിക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് തീരുമാനിക്കാതെ ഇരിക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. കോമൺസിന്റെയും അല്ലാതെയുമുള്ള പ്രൊമോ വീഡിയോ ഉടനെ തന്നെ വരും. ഫെബ്രുവരിയിൽ ഷോ തുടങ്ങിയേക്കുമെന്നാണ് സൂചന. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പ്രൊമോ ഇട്ടതെന്നാണ് മനസ്സിലാകുന്നതെന്നും മറ്റൊരു നിരൂപകൻ പറയുന്നു. ബിഗ് ബോസ് തമിഴ് സീസൺ 7 അവസാനിക്കാൻ ആഴ്ചകൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ. ജനുവരിയിലാകും ഫൈനൽ. അപ്പോൾ ചെന്നൈയിലുള്ള അതേ സെറ്റിലാകും മലയാളം സീസൺ 6. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപേ മലയാളം സീസൺ 6 ലോഞ്ച് ചെയ്യാൻ സാധ്യതയേറുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഓഡിഷൻസ് എല്ലാം അതിവേഗം പുരോഗമിക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കോമണർ എൻട്രി ഉണ്ടെങ്കിൽ അതിന്റെ അനൗൺസ്മെന്റ്, ലോഗോ ലോഞ്ച് ഒക്കെ കഴിഞ്ഞ ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാമെന്നുമാണ് ആരാധകർ പറയുന്നത്. അതേസമയം മത്സരാർത്ഥികളുടെ എന്ന പേരിൽ നിരവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളും പുറത്തു വരുന്നുണ്ട്. സീരിയൽ, സിനിമ, ടെലിവിഷൻ മേഖലകളിൽ നിന്നും ശ്രദ്ധേയരായ താരങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത്. അടുത്ത ദിവസങ്ങളിൽ മത്സരാർത്ഥികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.